ഇന്ത്യയിൽ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമിലെ ഏറ്റവും കൂടുതൽ ലെവലപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഡാഡി കോളിൻ. എന്നാൽ ഇന്ത്യയിൽ ഇന്ന് ലെവൽ 2 എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് മറ്റൊരു പ്ലെയർ, അതും നമ്മുടെ കേരളത്തിൽ നിന്ന് ലാൽ ഗെയിമിംഗ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലാൽ ഗെയിമിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതകഥയെക്കുറിച്ചിട്ടാണ്. എല്ലാ കൂട്ടുകാർക്കും 90s എവല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാൽ ഗെയിമിംഗ് ഏറ്റവും ലെവലപ്പ് ആയിട്ടുള്ള പ്ലെയറിനുപരി അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കി കാണുന്ന സമയത്ത് ഒരു വൈദ്യുതി അപകടത്തിൽ തൻ്റെ കൈക്ക് പരിക്കേൽക്കുകയും പിന്നെ തൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് ആ കൈ ഉപയോഗിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥാഗതിയിൽ എത്തിയ സമയത്ത് ചുമ്മാ ഒരു വിനോദത്തിനായി ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഫ്രീ ഫയർ എന്ന ഗെയിം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പിന്നീട് മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥാഗതിയിലേക്കാണ് പിന്നെ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നമ്മുടെ 500 MB വരുന്ന ഈ ഫ്രീ ഫയർ എന്ന ഗെയിം നമുക്ക് കേവലം ഒരു വിനോദമായിട്ട് ഉപയോഗിക്കാമെങ്കിലും പലരുടെയും ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് തന്നെയായി മാറിയിട്ടുണ്ട് നമ്മുടെ ഫ്രീ ഫയർ ഗെയിം. അതിനൊക്കെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇരു കൈകളും നഷ്ടപ്പെട്ടിട്ട് കാലുകൾ കൊണ്ട് മായാജാലം തീർത്തിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടുകാരനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതാരാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. തൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് ഇനി മുന്നോട്ടൊരു വഴികളും ഇല്ല എന്ന് പറയുന്നൊക്കെ സമയത്ത് കേവലം ഒരു വിനോദമായി ഉപയോഗിച്ചിരുന്ന ഫ്രീ ഫയർ ഗെയിം ഇന്ന് തനിക്ക് ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള ചില പദവിയിൽ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലെവലപ്പ് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഇന്ന് 2ാം സ്ഥാനം കീഴടക്കിയിട്ടുള്ള പ്ലെയർ ലാൽ ഗെയിമിംഗ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു ജീവിതകഥയാണ്. തന്നെ കൊണ്ട് കഴിയില്ല, ഇനിയും തനിക്ക് തൻ്റെ കൈക്ക് പരിക്കേൽട്ടിരിക്കുന്നു, തന്നെ കൊണ്ട് ഇനി മുന്നോട്ട് ജീവിതത്തിലേക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നവരുടെയൊക്കെ മുന്നിൽ തന്നെ അഭിമാനത്തോട് തന്നെ അദ്ദേഹം മുന്നിലേക്ക് ജീവിച്ച് കാണിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു ഉന്നത വിജയം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള മഹത് വ്യക്തികളുടെ ഇൻസ്പിറേഷൻ സ്റ്റോറി കേട്ട് കഴിയും നമുക്ക് തന്നെ അവരുടെയൊക്കെ ഒരു റോൾ മോഡൽ തന്നെയായി മാറാനായിരിക്കും തോന്നുന്നത്. ഈ വീഡിയോ കാണുന്ന പല കൂട്ടുകാർക്കും ലാൽ ഗെയിമിംഗ് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ലാൽ ഗെയിമിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതകഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടില്ലേ അദ്ദേഹത്തെ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിനേക്കാളൊക്കെ എത്ര നമ്മുടെയൊക്കെ ജീവിതം എത്ര സുഖപ്രദമാണ്, എന്നിട്ട് നമുക്ക് ഒന്നും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വം തന്നെ കൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല എന്ന് വിചാരിച്ച് അവിടെ ഒതുങ്ങി കൂടുന്നത് അദ്ദേഹം അവിടെ വിജയിച്ച് കാണിച്ചിരിക്കുകയാണ്. നമ്മൾ ലാൽ ഗെയിമിംഗ് ലെവൽ കൂടാൻ കാരണമായ മറ്റൊരു കാരണം കൂടി പറയുന്നത് അദ്ദേഹത്തിനൊരു ഓഫർ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലെവൽ കൂടിയ പ്ലെയർ ആണല്ലോ നമ്മുടെ ഡാഡി കോളിങ്ങിനെ മറികടക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ താങ്കൾക്ക് സമ്മാനമായിട്ട് നൽകാമെന്ന് ആ സുഹൃത്ത് പറയുക. അതിന് ലാൽ ഗെയിമിംഗ് ആലോചിക്കുകയാണ്, താനിപ്പോൾ 82ാം ലെവലൊക്കെ ആയിരിക്കുകയാണ്, തനിക്ക് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇനിയും എനിക്കിനി ശ്രമിച്ചു കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കിനി 85ാം ലെവൽ അല്ലെങ്കിൽ ഡാഡി കോളിങ്ങിൻ്റെ ലെവൽ മറികടക്കാൻ തനിക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാലഞ്ച് അവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതും ഒരു കാരണമായിട്ട് പറയുകയുണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെല്ലാം ഒരു ഇൻസ്പിറേഷൻ നൽകുന്നതാണ്. ഇപ്പോൾ 84ാം ലെവൽ ആയിരിക്കുകയാണ് നമ്മുടെ ലാൽ ഗെയിമിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഡാഡി കോളിങ്ങിൻ്റെ ലെവലിനെ മറികടക്കും നമ്മുടെ ലാൽ ഗെയിമിംഗ്. അപ്പോൾ നമുക്കതിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.